2026 SLCയിൽ ചരിത്രമാകാനിരിക്കുന്ന എന്റെ മക്കൾക്ക് ഈ ക്രിസ്മസ് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോൾ കൺസെപ്റ്റിൽ നിന്നും നമ്മൾ വളരെ എളുപ്പത്തിൽ ഈ ഒരു ഷോർട്ട് വീഡിയോയിലൂടെ ക്ലിയർ ആക്കാൻ പോവുകയാണ് മക്കളെ. മോൾ എന്ന് പറയുന്നതിനെ 3 രൂപത്തിൽ നമുക്ക് അവതരിപ്പിക്കാനായിട്ട് സാധിക്കും. അതിനെ നമ്പറിൽ അവതരിപ്പിക്കാം. അതാണ് 6.022 × 10⁻23 എന്ന് പറയുന്നത്, അഥവാ അവഗേഡ്രോ നമ്പർ എന്ന് പറയുന്നത്. ഒരു മോളിന്റെ മാസ് എന്ന് പറയുന്നത് ആറ്റം ആണെങ്കിൽ അത് 1 GAM അഥവാ 1 ഗ്രാം അറ്റോമിക് മാസിന് ഈക്വൽ ആയിരിക്കും. അതിന്റെ മോളിക്യൂൾ ആണെങ്കിൽ അത് 1 ഗ്രാം മോളിക്കുലർ മാസിന് ഈക്വൽ ആയിരിക്കും. നിങ്ങൾ ലൈവിലും മറ്റൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. എന്നാൽ ഒരു മോളിന്റെ വോളിയം എന്താണ്? അത് STPയിൽ 22.4 ലിറ്റർ ആയിരിക്കും. ഒപ്പം പഠിക്കുക എന്താണ് GAM, എന്താണ് GMM. അറ്റോമിക് മാസിനെ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുന്നതിന് GAM ഗ്രാം അറ്റോമിക് മാസ് എന്നും, മോളിക്കുലർ മാസിനെ ഗ്രാമിൽ പറഞ്ഞാൽ അത് ഗ്രാം മോളിക്കുലർ മാസ് എന്നും നിങ്ങൾക്ക് പറയാനായി സാധിക്കും. എന്നാൽ നമ്പർ ഓഫ് മോൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് വളരെ എളുപ്പത്തിൽ പഠിച്ചു വെച്ചോ. നമുക്ക് 3 ഇക്വേഷൻസ് ആണ് അപ്ലൈ ചെയ്യാനുണ്ടാവുക. നമ്പർ ഓഫ് മോൾ കാണണമെങ്കിൽ ഗിവൻ മാസിനെ മോളിക്കുലർ മാസ് അല്ലെങ്കിൽ അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. എന്നാൽ നിങ്ങൾക്ക് തന്നത് ഒരു വോളിയം ആണെങ്കിൽ, STPയിലെ വോളിയം ആണെങ്കിൽ അതിന് 22.4 കൊണ്ട് ഡിവൈഡ് ചെയ്താലും നമ്പർ ഓഫ് മോൾ കാണാം. എന്നാൽ നമ്പർ തന്നാൽ അവഗേഡ്രോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് മോൾ കാണാം. ഈ ഇക്വേഷൻ ഒക്കെ വെച്ച് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഇക്വേഷൻ മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല, ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം. നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരും, തലങ്ങും വിലങ്ങും മറച്ചും തിരിച്ചൊക്കെ വരും. മാരത്തോൾ ഉണ്ടായിരിക്കും ആ ചോദ്യം മുഴുവൻ. അങ്ങോട്ട് പോരുക, നാളെ എക്സാം അടിപൊളിയാക്കാം. ഓൾ ദി ബെസ്റ്റ്.